നമ്മുടെ ലോകത്ത് ചോര കൊണ്ട് എഴുതിയ ചരിത്രം അത് അലക്സാണ്ടറിന് മാത്രം സ്വന്തം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ശവമഞ്ചം ചുമക്കുന്ന ആളോടായി പറഞ്ഞു, എന്റെ രണ്ട് കൈകളും എന്റെ ശവമഞ്ചത്തിന് മീതെ ഇട്ടിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല, ശൂന്യമായ എന്റെ കൈകൾ എന്റെ പ്രജകൾ കാണട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം. സത്യത്തിൽ ഇതല്ലേ ജീവിതം? നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, നമ്മൾ സമ്പാദിക്കുന്നതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മുടെ ജീവിതം അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ഒരിക്കൽ ശ്വാസം നിലയ്ക്കുന്നത് വരെ. എല്ലാവർക്കും ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. സന്യാസത്തിലേക്ക് പോകുവാനായി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി തന്റെ മക്കളോടായി പറയുകയുണ്ടായി, ഞാൻ കോടിക്കണക്കിന് രൂപകൾ സമ്പാദിച്ചു, കൂടെ ധാരാളം പുരയിടങ്ങളുമുണ്ട്, വസ്തുക്കളുണ്ട്, 4-5 വീടുകളുണ്ട്, 3-4 കാറുകളുണ്ട്. ഒരു കുടുംബത്തിലെ ഒന്നോ രണ്ടോ പേർക്ക് സഞ്ചരിക്കാൻ 1-2 വാഹനങ്ങൾ മാത്രം മതിയല്ലോ. ആ ധനികൻ തന്റെ മക്കളോടായി പറഞ്ഞു, എന്റെ സ്വത്തുക്കളെല്ലാം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞിട്ടുള്ള എന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ അനാഥാലയത്തിനും പാവപ്പെട്ട വ്യക്തികൾക്കും അവർക്കെല്ലാവർക്കുമായി ഞാൻ വിഹിതം വെച്ച് നൽകുകയാണ്. എന്റെ സ്വത്തും മറ്റ് സമ്പാദ്യങ്ങളെല്ലാം ഞാൻ ദാനം നൽകുവാൻ പോവുകയാണ്. ഒരുപാട് പാവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്, എല്ലാവർക്കുമായി ഞാൻ വീതിച്ചു നൽകുന്നു. മക്കൾ പറഞ്ഞത്, അച്ഛൻ വേണമെങ്കിൽ ദാനം നൽകിക്കൊള്ളൂ, എന്നാൽ ഈ സ്വത്തുക്കൾ ഇപ്പോൾ എല്ലാം ഞങ്ങളുടെ പേരിലാണ്. അച്ഛൻ സന്യസിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ അച്ഛന്റെ കാലശേഷം ഞങ്ങൾക്കാണെന്ന് അച്ഛൻ എഴുതി വെച്ചിരുന്നു. ഞാൻ ആ വില്ല് ഇപ്പോൾ തിരുത്തുകയാണ്. ഈ സ്വത്തുക്കളെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് നൽകാൻ പോകുന്നു. മക്കളുടെ സ്വഭാവം മാറി, അവരുടെ ഭാവം മാറി, രൂപം മാറി. അച്ഛൻ എന്ന് വിളിച്ച സ്ഥാനത്ത് അവർ അച്ഛനെ ഒരു ശത്രുവായി കണ്ടു. പണം നൽകുന്ന ഇന്ദ്രജാലം, മന്ത്രജാലവും മഹേന്ദ്രജാലവും ഇത് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പണം തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. തന്റെ അവസാന കാലം സന്യാസത്തിലേക്ക് പോകുവാനായി തീരുമാനിച്ച ഈ അച്ഛൻ തന്റെ മക്കളുടെ ഈ ഒരു സ്വഭാവ വൈകല്യങ്ങൾ കണ്ട് വിഷമിക്കുകയാണ് ഉണ്ടായത്. തനിക്ക് ഒരിക്കലും സന്യസിക്കാൻ പോകാൻ കഴിയില്ല. തന്റെ സ്വത്തുക്കൾ അത് അർഹതയുള്ളവർക്കായി നൽകണം. കാരണം പണമില്ലാത്തതിന്റെ പേരിൽ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ആർക്കും ഒരു ജോലിയും ഒരു ജീവിതവും ലഭിക്കുകയില്ല. പകരം പണമുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാം. ഒരു പുതിയ സ്വപ്നം, ആരുടെ സ്വപ്നവും തുടങ്ങി വെക്കാൻ, അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പണത്തിന് കഴിയും. എന്റെ ഈ പണം ധാരാളം പേരുടെ സ്വപ്നം നിറവേറ്റട്ടെ, ധാരാളം പേർക്ക് ജീവിതം നൽകട്ടെ. എന്റെ മക്കൾക്ക് അത് സാധ്യമല്ലെങ്കിൽ ഞാൻ എന്റെ മക്കളെയും ഉപേക്ഷിക്കുകയാണ്. മറ്റുള്ളവർക്ക് നൽകുന്ന ദാനത്തിൽ നിന്നും നിങ്ങൾക്കും ഒരു പങ്ക് ലഭിക്കും. ഒരിക്കലും നിങ്ങൾ എന്നെ ശപിക്കരുത്. ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് എന്റെ കടമ അത് നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഈ ലോകത്തോടും എനിക്ക് ചില കടമകളുണ്ട്.